أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. صدق الله العظيم. وقفينا من بعده بالرسل. ആ ദൂതരിൽ തഫ്സീറുകളിൽ പറഞ്ഞ ശ്രദ്ധേയരായ ചിലരുടെ ചരിത്രാധ്യായങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മെഹ്റാബിൽ അത്ഭുതകരമായി സുഭിക്ഷ ഭക്ഷണം, ഫ്രൂട്ട്സ് അടക്കം എത്തിച്ചു കൊടുത്തപ്പോൾ അത് നേരിട്ട് ദൃക്സാക്ഷിയായ സമയത്ത് സക്കരിയ അലൈഹിസ്സലാം അവരുടെ കുട്ടിയെക്കുറിച്ച് എനിക്കിങ്ങനെ ഒരു കുട്ടി കിട്ടിയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുകയും ഫഹുനാക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് സന്താനത്തെ ചോദിക്കുന്നത്. അതിന് കാരണം ഈ സ്വാലിഹത്തായ മോളെ കണ്ടുകൊണ്ടാണ്. ദുരിയത്തൻ ത്വയ്യിബ, നല്ല കുട്ടികളെ എനിക്കും തരണേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ മെഹ്റാബിൽ, സക്കരിയ നബിയുടെ മെഹ്റാബിൽ അവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മറുപടിയായി സുവിശേഷം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് മലക്കുകൾ വഴി നമ്മള് കുട്ടിനെ തരുന്നുണ്ട്, പേരും സെലക്ട് ചെയ്ത് കൊടുത്ത്, പേര് യഹ്യ എന്നാണ് പറഞ്ഞു. അപ്പൊ സക്കരിയ നബി അത്ഭുതപ്പെട്ടു. ഈ കുട്ടിനെ കണ്ട ആ സമയത്ത് ഒരു കുട്ടിനെ കിട്ടിയാൽ തരക്കട്ടില്ല എന്നൾക്ക് ദ്വാരുന്നതാണ്. പക്ഷെ പ്രായം ഒരുപാട് ചെന്നിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിലാട്ടോ, എല്ലാം കൂടി ആയത്തെ ഞാൻ ഓതുന്നില്ല എന്ന് ഓർത്തു. പടച്ചവനെ, എനിക്ക് എവിടുന്ന് കുട്ടി ഉണ്ടാകാനായി? പ്രായം അങ്ങ് എത്തി, ഭാര്യയാണെങ്കിലോ മച്ചിയാണേനോ, അക്കയും പ്രസവിക്കാത്ത ആളാ, എവിടുന്നാണ് പിന്നെ എനിക്ക് കുട്ടി ഉണ്ടാകാന്ന് വെച്ച്. അപ്പൊ അള്ളാഹ് പറഞ്ഞ്, അള്ളാഹിന്റെ പരിപാടി അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഞെട്ടിച്ചിട്ടുള്ള പരിപാടിക്കും അള്ളാഹ്ക്ക് കഴിയില്ല. അള്ളാഹ്ക്ക് അതിനൊക്കെ കുതിരത്തുണ്ടല്ലോ. എന്തിനാ അള്ളാഹ്ക്ക് കഴിയാത്തത്? അക്കലിയായ മഹാലിനോട് കുതിരത്ത് താലൂക്കാവില്ല എന്നുള്ള അക്കൈതുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് കഴിയാത്ത ഒരു സംഗതിയില്ല. എന്നിട്ട് അള്ളാഹ് ഒരു ചോദ്യം, നിങ്ങളെ അള്ള ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ലാത്ത ഉണ്ടാക്കൽ തന്നെ അള്ളാന്റെ പണി. അതിനല്ലേ ഖാലിഖ്. അള്ളാഹു ഖാലിഖുമാണ്, ബദിയുമാണ്. മനുഷ്യന്മാരെ കുറിച്ചും വേണമെങ്കിൽ ലഫ്ളിയായിട്ട്, ഭാഷാപരമായിട്ട് ഖാലിഖ് എന്ന് പറയും. അത് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖ് എന്ന് പറഞ്ഞില്ലേ? വൈരത്തെ വേറെ ഖാലിഖ് ഉണ്ട് എന്നല്ലേ, രൂപപ്പെടുത്തുക എന്നുള്ളവർക്ക്. അത് ഏത് ഖാലിഖാന്നറിയോ? നിലവിലുള്ള സാധനത്തിനെ സംയോജിപ്പിക്കുക. അതിനിപ്പോ നമുക്ക് കഴിയും. അള്ളാഹ് എന്ന കഴിവുണ്ട്. നിലവിലുള്ള സാധനത്തിനെ സംയോജിപ്പിക്കലാലോ ഇപ്പൊ ലോകത്ത് നടക്കണേ. ഇല്ലാത്ത ഒരു സാധനത്തിനെ അതുമിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അതാണ് അള്ളാഹ് ഖാലിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നിലവിലുള്ളതിനെ സംയോജിപ്പിക്കുന്ന ആള് എന്നുള്ളതല്ല. മനുഷ്യന് ആദ്യം ഇല്ലല്ലോ, അതോടുകൂടി ബദിയാണ്, ഫാത്തിറുമാണ്. എന്താ അതിന്റെ അർത്ഥം? മുൻ പ്ലാൻ ഇല്ലാതെ ഉണ്ടാക്കണം. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും മുൻ പ്ലാൻ ഉണ്ടാവും. അള്ളാഹ്ക്ക് മുൻ പ്ലാൻ ഉണ്ടോ? ഭൂമി ഉണ്ടാക്കിയത് വേറെ ഏതെങ്കിലും ഭൂമി കണ്ടിട്ടാണോ? ഈ പ്രപഞ്ചത്തെ അള്ളാഹു തആല സൃഷ്ടിച്ചത് വേറെ പ്ലാൻ കണ്ടിട്ടാണോ? ഇല്ല. അള്ളാഹ്ക്ക് മുൻ പ്ലാൻ ഇല്ല. മുൻ പ്ലാൻ ഇല്ലാതെ ബദിയ്, അതാണ്. അതുപോലെ അള്ളാഹു തആലക്ക് ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ ആദ്യം മെറ്റീരിയൽ കൊടുന്നൊക്കെ ഉണ്ടാകും. നമുക്കൊരു വര ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനം ഇറക്കണം? അള്ളാഹു തആല ഭൂമി, ആകാശമൊക്കെ ഉണ്ടാക്കിയത് നേരത്തെ മെറ്റീരിയൽ ഇറക്കിയിട്ടാ? യാ അള്ളാഹ്, അള്ളാഹ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ലാത്തൊന്നും ഉണ്ടാക്കാൻ
ഇത് അറാദശയെന്നെ കുൻ ഫയകൂൻ. അതിനെ കുൻ കുൻ കുന്ന് പറയണം എന്നല്ല അതിന്റെ അർത്ഥം. ചിലർ അങ്ങനെ അർത്ഥം വെക്കലുണ്ട്. കുന്ന് പറയുന്നു, ഇപ്പൊ അള്ളാഹ്ക്ക് കുന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏത് സമയം ഓരോ സാധനം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അള്ളാഹിന്റെ പണി എന്താ? കുൻ 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 പറഞ്ഞുകൊണ്ടിരിക്കല അല്ല. അള്ളാഹ്ക്ക് അങ്ങനെ ഉണ്ടാക്കണം എന്നൊരു ഇറാദത്ത് വന്നാൽ അതാണ് സംഭവിക്കുന്നേ. അത്രേ ഉള്ളൂ. അതാർക്കും ഇല്ലല്ലോ. മനുഷ്യന്മാരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കാം. അള്ളാഹ് ഉണ്ടാക്കി വെച്ചതിനെ സംയോജിപ്പിക്കുക, അതാണ്. അപ്പൊ അള്ളാഹു ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ ഇല്ലല്ലോ. വലം തെക്കു മീൻ കബലു ഷയ്യൻ. നിങ്ങൾ നേരത്തെ എന്തെങ്കിലും സാധനമാണോ? എന്നിട്ട് അങ്ങനത്തെ നിങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹ്ക്ക് നിങ്ങളിലൂടെ ഈ പ്രായമുള്ള സമയത്ത് ഒരു കുട്ടിനെ തരാൻ കഴിയില്ല എന്നാ? ഭർത്താവില്ലാത്തന്റെ ഭാര്യയിൽ കുട്ടിനെ കൊടുത്തില്ല അള്ളാഹ്? ഭർത്താവില്ലാതെ പെണ്ണിൽ ഭാര്യയിലല്ല, ഒരു പെണ്ണിൽ കുട്ടിനെ കൊടുത്തു. മറിയം ബീവിക്ക് ഭർത്താവുണ്ടോ? ഈസാ നബിനെ കൊടുത്തില്ലേ? ഭാര്യയും ഭർത്താവില്ലാതെ ആളുണ്ടാക്കില്ലേ? ക്ലോണിങ്. ആണും പെണ്ണും ഇല്ലാതെ ആളുണ്ടാക്കിയ അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന്. ആണും പെണ്ണും ഉണ്ട് അതിന്റെ വാക്കില്. ഇനി പെണ്ണില്ല, ആണുണ്ട്. എന്നിട്ട് ആണിൽ നിന്ന് ക്ലോണിങ് ചെയ്തിട്ടുണ്ടാക്കി. ആദ്യം ലോകത്ത് ക്ലോണിങ് ചെയ്തത് അള്ളാഹു ആണ്. മറിയം ബീവിനെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയത്. ആദം അലൈഹിസ്സലാമിന്റെ സെല്ലെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ക്ലോണിങ് പറ്റും. ആദ്യം ക്ലോണിങ് നടത്തിയ അള്ളയാണ് വിജയിച്ചു. എന്നിട്ട് അള്ളാഹ് നിങ്ങൾ പണിക്ക് വേണ്ടാന്ന് അള്ളാഹ് പറഞ്ഞു. നടക്കൂല എന്നുള്ള പറഞ്ഞിട്ടില്ല. ക്ലോണിംഗ് ഒക്കെ വന്നോടുകൂടി ഇസ്ലാമിനെ താറുമാറാക്കാൻ വേണ്ടി കുതിര കയറിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര ആൾക്കാരാന്ന് അറിയാം. ഞാൻ അള്ളാഹിന്റെ ആവശ്യമില്ല. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഈ പണിയൊന്നും നടക്കണ തന്നെയാണ്. ഞാൻ ഇപ്പൊ സെല്ലെടുത്ത് ഉണ്ടാക്കിയില്ലേ, നിങ്ങൾ എനിക്കായതോളി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നടക്കൂല എന്നൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിനോട് പറയാണ്, നിങ്ങൾ നേരത്തെ ഒന്നുമല്ലല്ലോ, അങ്ങനത്തെ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ. അങ്ങനത്തെ അള്ളാഹു തആലക്ക് ഇപ്പൊ നിങ്ങളിലൂടെ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ ഈ സമയത്ത് പ്രയാസാണോ? കുട്ടി വന്നു, പേര് യഹ്യ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അവരെ മോനാണ്, സക്കരിയ നബിയുടെ മോനാണ് യഹ്യ നബി അലൈഹിസ്സലാം. അത് ഇൻഷാ അല്ലാഹ് അടുത്തതിൽ പറയാണ്ട്. ഇനി സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ദീർഘമായി ഞാൻ പറയുന്നില്ല. അവരാണ് പിന്നെ ബനു ഇസ്രായേലിന്റെ നബിയായി വന്നത്. പക്ഷെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സെക്സിന്റെ കാലമാണ്. വ്യഭിചാരം ഹോബിയായി നടക്കുകയാണ്. അത് അഭിമാനത്തോടെ നാട് നീളെ കൊട്ടി പ്രചരിപ്പിച്ച് കുടുംബത്തിന്റെ ആഘോഷമാക്കുന്ന കാലമാണ്. അതന്നൊരു വിഷയമേ അല്ല. ഇന്നിപ്പോ അത് വിഷയമല്ല കേട്ടോ. പക്ഷെ അന്ന് തീരെ വിഷയമല്ല. അതിനെതിരെ അതിശക്തമായിട്ട് പടവെട്ടി നബിയുല്ലാഹി സക്കരിയ. അപ്പൊ ഇതിന്റെ കുറെ ആളുകൾക്ക് ഭയങ്കര വിരോധമായി. മനുഷ്യന്മാർക്ക് പഠിക്കാത്ത മാറ്റർ കിട്ടുമ്പോഴല്ല ഈ ദേഷ്യം കൂടുക. ദേഷ്യം ശത്രുതയായി, ശത്രുത ഈർഷ്യയായി. അവര് വലിയൊരു വിഭാഗം സക്കരിയ നബി ഇസ്ലാമിനെ കൊല്ലണമെന്നായി. ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു. കൊല്ലുന്ന ഉറപ്പായപ്പോ അവരുടെ നികൃഷ്ട കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സക്കരിയ നബി അലൈഹി സ്വലാം ഓടി. കൊല്ലുന്ന ഉറപ്പായി, ഓടിയപ്പോ അവര് ആയുധം എടുത്തിട്ട് ആയുധ വിഭൂഷിതരായി ഇവരും പിന്നാലെ കൂടിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളുടെയും അവസ്ഥ അതാണ്. നല്ലത് പറഞ്ഞപ്പോ ആൾക്കാർ കൊല്ലാൻ നിന്നിട്ടുണ്ട്. 100 ആളുകൾ 100 വാളുമായി പാതിരാവിന്റെ ഉള്ളറയിൽ കൊല്ലാൻ വന്നപ്പോഴല്ലേ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈസാ അലി ഇസ്ലാമിനെ കൊല്ലാൻ നിന്നപ്പോഴല്ലേ മേലേക്ക് ഉയർത്തിയത്. മൂസ അലി ഇസ്ലാമിനെ കൊല്ലാൻ നിന്നപ്പോഴല്ലേ കടൽ കടത്തിയത്. ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കൊല്ലാനല്ലേ തീയിലേക്ക് എറിഞ്ഞത്. ഇത് ലോകത്തിന്റെ അവസ്ഥയാണ്. സക്കരിയ നബി അലി ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി നാട് നീളെ പ്രചരണം നടത്തിയ ആളുകൾ ഒരുമിച്ച് കൂടി. എല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ സക്കരിയ അലൈഹി ഇസ്ലാം ഓടിയപ്പോ വലിയൊരു വൃക്ഷം കണ്ടു. അള്ളാഹ് വൃക്ഷം ഒന്നങ്ങോട്ട് പിളർത്തി കൊടുത്തു. അതിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പൊ വൃക്ഷം സക്കരിയ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് മറഞ്ഞു. ശത്രുക്കൾ ഓടിക്കൂടിയപ്പോ എവിടെയും കാണാനില്ല. ഒരഭിപ്രായത്തിലുള്ളത് സക്കരിയ അലൈഹി ഇസ്ലാമിന് വലിയ താടിയാണ്. ഈ താടി മരത്തിന്റെ അടിയിൽ കൂടി കുറച്ച് പുറത്ത് കടിയാണ്. ഒരഭിപ്രായം അങ്ങനെ. അപ്പോ മരത്തിന്റെ ഉള്ളിൽ പോയാൽ മനുഷ്യന്റെ മുടി ഉണ്ടാവില്ലല്ലോ. ഈ താടി മുടി കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ സക്കരിയ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന്. കയ്യിലുണ്ടായിരുന്ന ഈർച്ചവാള് അത് മരത്തിന്റെ മുകളിലാണ്ട് വെച്ചിട്ട് അരിയാൻ തുടങ്ങി. ആ അവസ്ഥ നീന്തി ചോദ്യങ്ങള്. അതിൻ്റെ ഉള്ളിൽ ഒരു നബിയാണുള്ളത്. വാളുകൊണ്ട് മരത്തിന്റെ മേലിനാണ്ട് മുറിക്കാൻ തുടങ്ങി. നമ്മൾ ഈ മരവില്ല് കണ്ട ആളുകൾക്ക് ഇപ്പൊ ഒന്നുമില്ല. ഈ ആന മരം വലിച്ചിട്ട് വാളുകൊണ്ട് ഈർന്നു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടപ്പണ്ട് എവിടെ ഞാൻ കണ്ടിരുന്ന സ്ഥലത്തൊന്നും ഇപ്പൊ ആന ഇല്ല. അപ്പൊ അത് വാളുകൊണ്ട് ഇങ്ങനെ ഈർന്നു കൊടുക്കണവര് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അതിനേക്കാളും കണ്ടിട്ടുണ്ടാവും.
അതേപോലെ ഈ ഈർച്ചവാള് മരത്തിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഈരയല്ലേ. സക്കരിയ നബി അലൈഹി സ്വലാം ശബ്ദം കേട്ടപ്പോ നോക്കിയപ്പോ വാളിങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്, മരം ഇങ്ങനെ പിളരുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ടൊരു വർത്താനം പറഞ്ഞ ഇമാം റാസി റളിയല്ലാഹു ഉദ്ധരിക്കാണ്, സക്കരിയ അച്ചടക്ക നടപടി എടുക്കും, അച്ചടക്ക രായത്തി ഉണ്ടാകാൻ പാടില്ല. അതിന്റെ വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഒരു നബിയാണ്, ആവോ എന്ന് പറഞ്ഞ നിലമ്പളിയും കുളിയരുത്, നുബുവത്താണ്ട് എടുത്ത് കളയുന്നത്. ഒരു നബിക്ക് ചേർന്നല്ലത് അട്ടഹാസം. നിങ്ങളെങ്ങാനും അട്ടഹസിച്ച നുബുവത്ത് എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് നബിയാണെന്നുള്ള ആ ഗ്രേഡിൽ നിൽക്കണം. നിങ്ങളെ തലമക്ക് തന്നെയാണ് വാള് വരിക, അതിൽ സംശയമൊന്നുമില്ല. വേദന നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷേ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം നിങ്ങൾ നബിയാണ്. നബിമാർക്കല്ലോ വലിയ പരീക്ഷണം ഉള്ളത്. നിങ്ങൾ നബിയാണ്, മിണ്ടരുതെന്ന് പറഞ്ഞ്. സക്കരിയ നബി എന്ത് ചെയ്യുന്നറിയോ? മേൽക്ക് നോക്കിയപ്പോ വാള് താഴ്ന്ന് വരികയാണ്. താഴ്ന്ന വാള് മൂർധാവക്കാണ്ട് കയറാൻ തുടങ്ങി. പിന്നെ സക്കരിയ നബിന്റെ തലയും മരവും കൂടി കൂട്ടിയിരുന്നുകൊണ്ട് കരപ്പറാന്നുള്ള ശബ്ദം കേൾക്കാണ്. തലമ്മല് വാളിന്റെ പല്ല് തട്ടിയോടുകൂടി വേദന കൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാം വല്ല ശബ്ദവും പുറത്തേക്ക് വരുമെന്ന് പഠിച്ചിട്ട് ചുണ്ടങ്ങട്ട് കടിച്ചു പിടിച്ചു എന്നാണ്. പിന്നെ വാളും തലയും മരവും കൂടി കൂട്ടി ഉരസി അരിയുന്ന ആ ശബ്ദം, ചോര പുറത്തേക്ക് നിർഗളിക്ക. ആ മരത്തിന്റെ മേലെ വെച്ചിരുന്ന വാള് അരിഞ്ഞ് ഏർന്ന് താഴെ എത്തിയപ്പോൾ മരം രണ്ട് ഭാഗത്തേക്ക് പിളർന്ന് വീഴുകയും അതിൻ്റെ ഉള്ളിൽ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാമിന്റെ ശരീരം നെടുകെ പിളർന്നുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് ആ മരത്തിന്റെ ഉള്ളിൽ കുടുങ്ങി മറിഞ്ഞു വീണു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ദീനുണ്ടായത്. നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടോ? ഇതൊക്കെ നോക്കിയാൽ അതിനപ്പത് പറയണത്. ഇതിലേക്കൊക്കെ ചേർത്ത് നോക്കിയാൽ നമ്മൾ എന്താണ് സഹിച്ചത്? എങ്ങനെ? അതെ. ഇവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണത് ഇസ്രായേലിന്റെ മുൻഗാമികളെ വാപ്പാരാണത്. ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്, അവരെ നമ്പാൻ പറ്റൂല. കാരണം അമ്പിയാക്കളെ കൊന്നൊരു വിഭാഗത്തെ എങ്ങനെ നെഞ്ചിലേറ്റാന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കൊന്നതന്നെ ഖുർആൻ പറയണത് യഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ് എന്നാണ്. ഒരു അവകാശം അർഹതയില്ലാതെ അരിഞ്ഞു വീഴ്ത്തിയിരുന്നു. ആ ആളുകൾ തന്നെയല്ലേ ഇവരെ ബാക്കിയാണ് ഇസ്രായേല്. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കള് കുറഞ്ഞ ആളുകൾ മാത്രമേ റെഡിയുള്ളൂ, ബാക്കിയൊക്കെ അമ്പിയാക്കളെ കൊന്ന ആൾക്കാരാണ്. ഇപ്പോഴും കൊലക്കൊതിയന്മാരും കൊലച്ചതിയന്മാരുമാണ്. ഇപ്പോഴും കൊലയാണ്. ഇപ്പൊ നിർത്തലൊന്നും അന്തിമ നിർത്തലൊന്നുമല്ല, അതൊക്കെ ഇഞ്ഞും പൊട്ടും. കൊല തുടരും. സ്വാലിഹ്യങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇവരൊക്കെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളാനുള്ള പ്രധാന പാഠം, ഞാനൊന്നും സഹിച്ചിട്ടില്ല, എനിക്കൊരു പ്രയാസമൊട്ട് ഉണ്ടായിട്ടില്ല, എന്നിട്ടും എൻ്റെ ഇമ്മാന്റെ കാര്യം വളരെ ബേജാറിലാണ്, അത്യാസന്ന നിലയിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ചേർത്തിപ്പിടിച്ച് ഏത് പരീക്ഷണത്തിലും പാറ പോലെ പതറാതെ പൊടിച്ച് നിന്ന് ഈമാനിനെ പരിരക്ഷിച്ച് സന്തോഷത്തോടെ കലിമയിൽ മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർറഹീമായ അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. ഖൽബിൽ മാരിഫത്തും മഹബ്ബത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ പൊരുത്തപ്പെടാത്തതൊന്നും ഖൽബിൽ നീ ഇട്ടല്ലേ. പൈശാചികമായ ഇടപെടലിൽ നിന്നും ദുർമന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പിശാചിന് വസിക്കാനുള്ള മോശപ്പെട്ട ഭവനമാക്കി മാറ്റല്ലേ അല്ലാഹ്. മാരിഫത്തിന്റെ പാത്രമാക്കണേ അല്ലാഹ്. ഇഹ്സാൻ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. തഖ്വ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ആത്മീയ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഭൗതിക ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സദസ്സിൽ തന്നെ രോഗികളുണ്ട്, നീ സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഉറക്കമില്ലാത്തവർക്ക് സ്വസ്ഥമായിട്ടുള്ള നിദ്ര നൽകണേ അല്ലാഹ്. മാനസിക വിഭ്രാന്തിയുള്ളവർക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടത്തിൽ കുടുങ്ങിയവരെ കരക്കെത്തിക്കണേ അല്ലാഹ്.
അപകടങ്ങളിൽ നിന്ന്, അയ്ബുകളിൽ നിന്ന്, ദില്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിൽ, ദഅവത്തിൽ, ഖിദ്മത്തിൽ നൽകണേ അല്ലാ. ഹലാലായ സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കച്ചവടക്കാർക്ക് ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടലിലും കരയിലും ഇറങ്ങുന്ന ആളുകൾക്ക് നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. നല്ല സമയത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലിമ ഉറക്കച്ചൊല്ലി സ്വർഗം കണ്ട് സന്തോഷിച്ച് ചിരിച്ച് മരിക്കുന്ന സദ്വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ശത്രു ഈ ഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.